നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ തന്ന നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ വീണ്ടും വീഡിയോ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ് ചെയ്യുക, കൂടെ കൂടുക. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വീഡിയോ എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സെൻട്രൽ ജയിലിൽ മട്ടൻ, ചിക്കൻ, ചപ്പാത്തി എന്നിവ ബഹുലമായ സൗകര്യത്തോടെയും പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലിലടക്കം പുഴുവരിക്കുന്ന ആഹാരവും, അതിലുപരി സർക്കാർ പള്ളിക്കൂടത്തിൽ കിട്ടുന്നത് കഞ്ഞിയും പയറും, അല്ലെങ്കിൽ ഓരോ മെനുക്കൾ പറയുന്നു പക്ഷേ കിട്ടുന്നില്ല. മുട്ട കൊടുക്കുന്നുണ്ട്, അല്ലെ ബിരിയാണി കൊടുക്കും എന്നൊക്കെ പറയുന്ന വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിമാരോടും ഭരണ അംഗങ്ങളോടും ആഭ്യന്തരമന്ത്രിയോടും പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒന്നും അച്ഛന്മാരോ ചാച്ചന്മാരോ അല്ലെ പുണ്യാളന്മാരോ അല്ല ജയിലിൽ കിടക്കുന്നത്. അവരെല്ലാം വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ട് വന്ന് കിടക്കുന്നവരാണ്. പീഡനം, പിടിച്ചുപറി, കൊലപാതകം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കിടക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇത്രയും വിപുലമായ സൗകര്യത്തിൽ ആഹാരം കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും പൊതുസമൂഹത്തിറങ്ങി കൊലപാതകം ചെയ്യാനും കൊള്ളിവെപ്പ് ചെയ്യാനും പീഡനം ചെയ്യുവാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം നമ്മുടെ തമിഴ്നാട് ജോസഫ് വിജയ് എന്ന മന്ത്രി വന്നതിന് ശേഷം അവിടെ ഉണ്ടായ മാറ്റം നമുക്കൊന്ന് വിലയിരുത്താം. അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് മട്ടനും ചിക്കനും കൂട്ടിയുള്ള ആഹാരവും ജയിലിൽ കിടക്കുന്നവർക്ക് കഞ്ഞിയും പയറും. അതല്ലേ സത്യം പറഞ്ഞാൽ ശരി? ഇവിടെ കിടക്കുന്ന ഗോവിന്ദസ്വാമി, അതുപോലെ തന്നെ പീഡനക്കേസിൽ പ്രതിയായ ഒരുപാട് പേര് ഇവിടെ കിടപ്പുണ്ട്. ഡോക്ടർ ബൃന്ദനെ അടക്കം മൃഗീകമായി കുത്തി കൊലപ്പെടുത്തിയ പ്രതികളാണ് ഇവിടെ കിടക്കുന്നത്. അവർക്കെല്ലാം വിശാലമായ സൗകര്യത്തിലുള്ള ഊണും ഉറക്കവും വിശാലായ ശാപ്പാടും. എന്തിനാണ് ആ പൈസ ജനങ്ങളുടെ? എനിക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. കാരണം ഞാനും അടയ്ക്കുന്ന ടാക്സിൽ നിന്നുമുള്ള വിഹിതമാണ്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? തമിഴ്നാട് ചെയ്തതുപോലെ കൃത്യനിഷ്ഠമായ കഞ്ഞിയും പയറും തന്നെയാണ് അവർക്ക് നല്ലത്. അതും ആരോഗ്യത്തിന് നല്ലതാണ്. കഞ്ഞിയും പയറും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ശിക്ഷ നടപ്പാക്കാൻ ഇവിടുത്തെ നിയമസംഘത്തിലേക്ക് പ്രഷർ ചെലുത്തുക എന്ന് കൂടി ചെയ്യണം. അല്ലാതെ സത്യം പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. പി ഡി ചന്ദ്രശേഖരൻ, അതുപോലെ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. അവരെ പോലും ഇപ്പോൾ സംരക്ഷിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഈ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്നത് ഇവരെ വീണ്ടും ഇറങ്ങിക്കഴിയുമ്പം അവർക്ക് ആരോഗ്യം വേണം, അല്ലെങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി കൊല്ലാനും വെട്ടാനും നിൽക്കണമെന്ന് ഉള്ള ആലോചന തന്നെയല്ലേ? എനിക്ക് എൻ്റെ ഒരു ആലോചനയിൽ അതാണ് തോന്നിയത്. ഏത് ഭരണം വന്നാലും ശരി, ജയിലിലുള്ളവർക്ക് 600 രൂപ കൂലിയും 4 നേരം മെനു ആഹാരവും. പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പണിയെടുക്കുന്നവൻ്റെ നെഞ്ചത്ത് പെറ്റി. അതാണ് ഏത് സർക്കാർ വന്നാലും കാണിക്കുന്നത്. കാരണം സെൻട്രൽ ജയിൽ പോലുള്ള ഒരു ജയിലിൽ അവിടെ മൃഷ്ടാനം വെട്ടി വിഴുങ്ങി പണിയില്ലെങ്കിൽ പോലും പണിയെടുക്കാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നാൽ അവർക്ക് ശിക്ഷാ കാലാവധി കഴിയുമ്പം അവർ വീണ്ടും പുറത്തിറങ്ങുകയും ചെയ്യും, ലാവിഷായിട്ട് നടക്കുകയും ചെയ്യും, കൊട്ടേഷൻ സംഘങ്ങളായിട്ട് വിലസുകയും ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിയമത്തെ ഭയക്കണം, അല്ലെങ്കിൽ നിയമത്തോടൊരു ബഹുമാനം തോന്നണമെങ്കിൽ ഒരാളെയെങ്കിലും ശിക്ഷിക്കപ്പെടാനുള്ള മനസ്സ് കാണിക്കണം. അപ്പോൾ കുറച്ച് നാളത്തേന് ഈ കൊലപാതകവും പീഡനവും ഒക്കെ ഒതുങ്ങും, അല്ലെങ്കിൽ മാറും. അതിനുള്ള ശക്തമായ തെളിവുകൾ കേരള പോലീസ് കളക്ട് ചെയ്താൽ പോലും ഉയർത്തി എന്നുള്ള വിളി വരുമ്പോൾ അവരത് വളച്ചൊടിക്കും. ആ കേസ് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നിടം വരെയാണ് ഒരു കേസിൻ്റെ ആയുസ് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞാൽ പിന്നെ പാവങ്ങൾക്ക് വക്കീൽ വെക്കാനുമില്ല. അല്ലെ സർക്കാർ വെക്കുന്ന വക്കീൽ വന്നു വാദിച്ചു പോയി. സർക്കാർ വക്കീലല്ലേ, പാവങ്ങൾക്ക് എന്താ ഗുണമുള്ളത്? പണമുള്ളവന് ആരെയും കൊല്ലാം, സ്വന്തം പെറ്റ തള്ളനെ പോലും കൊന്നിട്ട് വന്നാലും പണമുള്ളവന് രക്ഷപ്പെടാന്നുള്ള അതേ നിയമസാധ്യത തന്നെയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ട് സർക്കാർ ഉണർന്നാൽ മാത്രമേ ഇതിനൊരു വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവുള്ളൂ. ജയിലിൽ കിടക്കുന്നവർക്ക് കഞ്ഞിയും വത്തലുമുളക് അരച്ചതും പയറുതോരനും, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭാവി തലമുറകൾക്ക് വാർത്തെടുക്കുവാൻ വേണ്ടി ചിക്കനും മട്ടനും ബീഫും, അങ്ങനെയുള്ള കാര്യങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുഴുവരിക്കാത്ത ആഹാരം കൊടുക്കുക. കൃത്യമായ ആഹാര ശൈലി ഉള്ള നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥിനികളുടെയും വോട്ട് മതി അടുത്ത പ്രാവശ്യം താങ്കളെപ്പോലെ ഉള്ള ഒരു ഭരണസമിതിക്ക് വീണ്ടും ഇവിടെ കേരളം ഭരിക്കാൻ. അതുകൊണ്ട് ഓർക്കുക, വളർന്നു വരുന്ന തലമുറകളാണ്, അല്ലാതെ കൊലപാതകങ്ങളോ കൂട്ടിക്കൊടുപ്പുകാരോ അല്ല നമുക്ക് ഈ കേരളം വാർത്തെടുക്കാൻ ഇനി വേണ്ടത്. വളർന്നു വരുന്ന കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അപ്പൻ്റെ അമ്മയുടെയും വിശർപ്പ് പൈസയായി മാറുമ്പോൾ അതിൽ നിന്നും എടുത്ത് പഠിക്കാനുള്ള വീറും വാശിയും ഉള്ള വിദ്യാർത്ഥികൾക്ക് വേണം എന്തെങ്കിലും കൊടുക്കുവാൻ. അതും സൗജന്യമായി തന്നെ കൊടുക്കണം.
ജയിൽ പുള്ളികൾക്ക് കൊടുക്കേണ്ടത് നല്ല ചാട്ടവാർ അടിയാണ്. അവന് ആഹാരത്തിൻ്റെ വില അറിയണം. കാരണം അനുഭവിക്കണം. തടവ് ശിക്ഷ എന്ന് പറഞ്ഞാൽ അനുഭവിക്കണം. കാരണം ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ച് കൊന്നാൽ അവൾ എത്ര വേദന തിന്നുന്നുണ്ടോ അത് അനുഭവിക്കാനുള്ള സമയമാണ് ഈ ശിക്ഷാ കാലാവധി എന്നത്. അത് കൊടുക്കാൻ ഒരു ജയിലിനും സാധിക്കുന്നില്ല. ചപ്പാത്തി, പൊറോട്ട, മട്ടൻ, ഇങ്ങനെ മെനുകൾ ഇഷ്ടം പോലെയാണ്. ആ മെനു അംഗനവാടി മുതൽ അങ്ങ് ഹൈസ്കൂൾ വരെയുള്ള 10ാം ക്ലാസ് +2 വരെയുള്ളിടത്ത് സർക്കാർ സ്കൂളിൽ ആ മെനു എന്തുകൊണ്ട് ഏർപ്പെടുത്താൻ പറ്റുന്നില്ല? ജയിലിൽ ചെലവഴിക്കുന്ന പകുതി തുകയുണ്ടെങ്കിൽ, പകുതി ഫണ്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാവുന്ന ഒന്നാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് സർക്കാരിന് അങ്ങനെ പറ്റാത്തത്? ഭയം എന്ന് വെച്ചാൽ പേടി. സർക്കാരിന് ഗുണ്ടാ തലവന്മാർ വിട്ടുപോയി കഴിഞ്ഞാൽ കയ്യോ കാലോ വെട്ടാൻ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാൻ നമ്മുടെ നാട്ടിൽ ആളെ കിട്ടാതെ വന്നാൽ ഉള്ള ഭയം. അതാണ് ഈ സത്യം പറഞ്ഞാൽ ഏത് ഭരണം വന്നാലും അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പാവങ്ങൾ ആരെങ്കിലും ഇനി തല ഉയർത്തി സംസാരിച്ചാൽ, അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരെ ഒന്ന് സംസാരിച്ചാൽ അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് പോലും മനസ്സിലാക്കാതെ ദാക്ഷ്യമായി കൊന്നുകളയാൻ വേണ്ടി കച്ചകെട്ടി ഇറക്കിയിരിക്കുന്ന ചില ഗുണ്ടാ നേതാക്കളെയാണ് ഇപ്പോഴും ജയിലിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് വന്നാലും CPM വന്നാലും എല്ലാം ഒരേ കണക്ക് തന്നെയാണ്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആരും മാറ്റങ്ങളുണ്ടായി കണ്ടിട്ടുമില്ല. ഒരാളെയെങ്കിലും ഗോവിന്ദചാമി അല്ലെങ്കിൽ പീഡിപ്പിച്ച് ഒരാളെയെങ്കിലും റോഡിൽ നിർത്തി വെടിവെച്ച് കൊല്ലാനുള്ള ധൈര്യം ഈ കേരള പോലീസിനില്ല. കാരണം അവർക്ക് ധൈര്യമുണ്ട്, കേരള പോലീസിന് ധൈര്യമുണ്ട്. പക്ഷേ അവർക്ക് ആ ധൈര്യം കൊടുക്കാനുള്ള പവർ മുകളിലുള്ള മന്ത്രിമാരത് സമ്മതിക്കില്ല. ഒരാളെയെങ്കിലും എൻകൗണ്ടറിൽ കൊന്നുകളയാൻ, അല്ലെങ്കിൽ ഒരാളെയെങ്കിലും കൊന്നുകളയാനുള്ള ചങ്കൂറ്റ ഏതെങ്കിലും ഓഫീസർ കാണിച്ചാലും അത് വഴിമുടക്കാനാണ് ഇവിടുത്തെ നിയമസംഘടനയ്ക്ക് പറ്റുകയുള്ളൂ. അതാണ് ചെയ്യുന്നത്. നിയമത്തെ വളച്ചൊടിച്ച് കുറ്റവാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് വലിയ വലിയ നേതാക്കന്മാരും വലിയ വലിയ വക്കീലന്മാരും വന്നു കഴിയുമ്പം ആ നീതി നിഷേധിക്കപ്പെടുകയാണ് പാവപ്പെട്ടവർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ പീഡനം അനുഭവിച്ച ഒരു പെൺകുട്ടിക്ക് അവളെ ഇര എന്ന് വിശേഷിപ്പിച്ച്, എല്ലാ ന്യൂസുകളിലും ഇര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവളെ ഘോഷിക്കുന്ന 2-3 ദിവസം മാത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെ സർക്കാർ പോലും കണ്ണു തുറക്കുന്നില്ല. അങ്ങനെയല്ല ചെയ്യണ്ടേ. കുറ്റവാളികൾ എന്നും കുറ്റവാളികൾ തന്നെയാണ്. അവർക്ക് തക്കതായ ജീവപര്യന്തം ശിക്ഷ വിധിച്ചുവെങ്കിൽ ആ ജീവപര്യന്തം അകത്ത് കിടന്ന് അനുഭവിക്കുന്നുണ്ട് എന്ന് ഓരോ ആൾക്കാർക്കും, ഓരോ നേതാക്കന്മാരും ഉറപ്പുവരുത്തണം. അല്ലാതെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വേണ്ടി ഇനിയും ജയിലിൽ തടവുപുള്ളികളായി കിടക്കുന്നവരെ രംഗത്തിറക്കാമെന്നോർത്ത് അവർക്ക് നല്ല ആയുർവേദ കഞ്ഞി പോലുള്ള നല്ല നല്ല ഫുഡുകൾ കൊടുത്തുകൊണ്ടല്ല വളർത്തേണ്ടത്. ജയിലിൽ കിടക്കുന്നവർക്ക് തമിഴ്നാട് CM ചെയ്ത പോലെ ജയിലിൽ കിടക്കുന്നവർക്ക് കഞ്ഞിയും പയറും തന്നെ കൊടുക്കുക, നല്ല ചാട്ടവാറിനടിയും കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. കാരണം കുറ്റവാളികൾ എന്നും കുറ്റവാളികൾ തന്നെയാണ്. അവരെ ശിക്ഷിക്കാനുള്ള നിയമം നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് അതിന് ഉചിതമായ നിയമം നമ്മുടെ നാട്ടിലില്ല. ഉണ്ടെങ്കിൽ പോലും അത് കാശിന് മേളിൽ, പണത്തിന് മേലിൽ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞ രീതി തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണം ഉണ്ടെങ്കിൽ വാദി പ്രതിയാവും, പ്രതി വാദിയാവും. ഇതിനെല്ലാം വേണ്ടത് പണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ജയിലിൽ കഞ്ഞിയും പയറും തക്കതായ ശിക്ഷയും കൊടുത്ത് പുറത്തിറക്കുകയാണെങ്കിൽ അവർ നല്ല വഴിയിലേക്ക് തിരികെ തന്നെ ചെയ്യും. എല്ലാവരെയും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും കിടപ്പുണ്ട് ജയിലിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചെയ്തവരും, അങ്ങനെ ഒരുപാട് പിടിച്ചുപറി നടത്തിയവരും പീഡിപ്പിച്ചവരും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അവർക്കൊരു ഇനി പീഡിപ്പിക്കാതിരിക്കാൻ വരും തലമുറയ്ക്ക് ഒരു മാതൃക കൂടിയാകണം നിയമം എന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് കഞ്ഞിയും പയറും ജയിലിലും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, ആദിവാസികൾ പോലുള്ള താഴ്ന്നു നിൽക്കുന്ന മുൻഗണനാ ലിസ്റ്റിലുള്ള താഴ്ന്നു നിൽക്കുന്ന ആൾക്കാർക്ക് മിതമായ നിരക്കിൽ ആഹാരം എത്തിക്കുവാനുള്ള രീതിയും, അതിലുപരി ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് പോഷകാഹാരം എത്തിക്കുക എന്നൊരു ക്യാമ്പയിൻ തുടങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി രൂപീകരിക്കണം. നമ്മളിപ്പം ഒരുപാട് പദ്ധതികൾ കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ ദുബായ്, അതുപോലെ സലിംകുമാറിന് പ്രതിമ നിർമ്മിക്കൽ, അല്ലെങ്കിൽ സ്മാരക നിർമ്മാണം, ഇതൊക്കെ കണ്ടു. ഇതിനൊക്കെ മാറ്റി വെക്കുന്ന ഒരു ഫണ്ട് തന്നെ മതി. പാവപ്പെട്ടവർക്ക് സലീം കുമാർ അന്നദാനം പദ്ധതി അങ്ങനെ ചെയ്താലും മതി. ഇല്ലെങ്കിൽ സലീമേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയാലും അന്നദാനം തുടങ്ങിയാൽ മതി. ഹൈസ്കൂൾ, നേഴ്സറി തൊട്ടങ്ങ് അംഗനവാടി തൊട്ടങ്ങ് മുകളിലെ 10ാം ക്ലാസ് വരെ നമുക്ക് നടത്താൻ പറ്റും. അതോ ഭാവിയിൽ അത് വളർന്നു വരുന്ന തലമുറക്ക് ഊർജ്ജം തന്നെയായി മാറും. അല്ലാതെ ജയിലിൽ കിടക്കുന്നവർക്ക് ചിക്കനും മട്ടനും കൊടുക്കാൻ നമ്മുടെ ഒന്നും അച്ഛന്മാരൊന്നുമല്ല, നമ്മുടെ ആരുടെയും തന്തമാരല്ല അവർ, നമ്മുടെ ഒന്നും മുകളിലുമല്ല. അവരൊക്കെ വെറും കുറ്റവാളികളായിട്ട് കാണുന്ന ഒരു സമൂഹം വളർന്നു വരുമ്പോൾ മാത്രമേ യഥാർത്ഥ കേരളത്തെ എല്ലാവരും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഉറക്കെ വിളിക്കൂ. ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കില്ല. കാരണം പീഡനവും പിടിച്ചുപറിയും പെരുകുന്ന നാടാണ്. പാവങ്ങളെ ചതിയിൽ വീഴ്ത്തി എല്ലാം വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന നാടാണ് കേരളം.
ഗോഡ്സ് ഓൺ കൺട്രി ആകണമെങ്കിൽ ഭരിക്കുന്നവർ കണ്ണു തുറക്കുക തന്നെ വേണം. ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു ശിക്ഷയും ഒരു തെറ്റും ഒരാൾ ചെയ്യാതിരിക്കാനുള്ള ധൈര്യമാണ് കാണിക്കേണ്ടത്. അതിന് കാണിക്കണമെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളവരെ ശിക്ഷിക്കാനുള്ള മനസ്സ് കാണിക്കണം. ആ ശിക്ഷ അനുഭവങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇനിയും ശിക്ഷകൾ ഈ കേരളത്തിൽ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അതിന് ചെയ്യേണ്ടത് നിയമത്തെ തന്നെ നമ്മൾ നിയമം കയ്യിലെടുക്കുക എന്ന് തന്നെ പറയണം. കാരണം അതിനു വേണ്ടി നിയമത്തെ ഇപ്പോഴുള്ള പരിഷ്കാരങ്ങൾ മാറ്റിക്കൊണ്ട്, ജയിലിലെ മെനു ചട്ടങ്ങൾ മാറ്റിക്കൊണ്ട്, ജയിലിൽ കൃത്യമായി പണിയെടുക്കുന്നവർക്കും കൂലി കൊടുക്കുന്ന നിയമം ഒഴിവാക്കിക്കൊണ്ട്, പണിയെടുക്കുന്നവർക്ക് നിശ്ചിതമായ തുക 600 രൂപ കൂലിയൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം വീണ്ടും അവിടുന്ന് അടിച്ചു പൊളിച്ച് ഇങ്ങോട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വരും, ലാവിഷായിട്ട് ജീവിക്കും, പിന്നെ ഒരു പിടിച്ചുപറിയോ ഒരു കൊലപാതകമോ ചെയ്യും, അടുത്ത വീണ്ടും 10 വർഷം പോകും. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ പല കേസുകളിലും പെട്ട പ്രതികളെ പല രീതിയിൽ ശിക്ഷിച്ചിട്ടും വീണ്ടും കാപ്പാ ചുമത്തി ജില്ല കടത്തിയവരെ 3-ാം ദിവസം തിരിച്ച് ആ ജില്ലയിൽ തന്നെ കൊണ്ടുവരും. അതാണോ കാപ്പാ ചുമത്തി ജില്ല ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു കേസ് വിധിച്ചാൽ കാപ്പ ചുമത്തിയവന് പിന്നെ ആ നാട്ടിൽ കാല് കുത്താനുള്ള അവകാശമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കാശുണ്ടെങ്കിൽ എന്ത് നടക്കും. അതിനൊരു മാറ്റം കൊണ്ടുവരണം. വിജയ് ഏതായാലും കൊള്ളാം. കാരണം കൃത്യമായ രീതിയിൽ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രിയദർശിനി കളിച്ച് KSRTCയുടെ നടുവൊടിക്കുന്നു. പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ ഇനിയും കടബാധ്യത കൊണ്ടുവരുന്നു. അല്ലാതെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനൊക്കെ ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ഇത് ജനങ്ങൾ പറയാനുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്.